നമസ്കാരം. ശശി ടി വിയുടെ പ്രേക്ഷകരെ, ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥികൾ കണ്ണങ്കോട് കബഡിമുക്കിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിൻ്റെ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. പഞ്ചായത്തിലെ ഒരു വാർഡിൽ മാത്രമാണ് മൺവെട്ടിയും മൺകോരിയും ഉള്ളത്. ബാക്കി എല്ലാ മേഖലയിലും എല്ലാ വാർഡിലും നിൽക്കുന്നവർക്കെല്ലാം കൈപ്പറ്റിയാണ് ചിഹ്നം. മൺവെട്ടിയും മൺകോരിയും നമ്മുടെ കൂടെ ഉള്ള ആളാണ്, UDF-ന്റെ ആളാണ്. ആ വാർഡിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സഹായിക്കണം, വിജയത്തിൽ നിന്നേക്കണം. കൂട്ടായ ഒരു വിജയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഒറ്റയ്ക്ക് പഞ്ചായത്തിലെ ആളില്ല, അല്ലെങ്കിൽ ബ്ലോക്കിലെ ആളില്ല, ജില്ലയിലെ ആളില്ല. ഇപ്പൊ ഈ വാർഡിൽ മുന്നിൽ വരുന്നവരാരായാലും നിങ്ങളുടെ വാർഡിലെ പ്രശ്നങ്ങൾ പറയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടെങ്കിലേ പറ്റും. അതുകൊണ്ടല്ല എന്നേക്കാളും കൂടുതൽ ഇപ്പം ഞാൻ ഈ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാനും മൊബൈലിൽ അപ്പോഴുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് നോക്കുന്നവരല്ലെങ്കിലും മക്കളോ ആരെങ്കിലും നോക്കിയിട്ട് വിശേഷങ്ങളെല്ലാം പറയും. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാര്യം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അതെന്നെ മുമ്പേ സംസാരിച്ചവരെല്ലാം വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങളോടൊപ്പം നിങ്ങളുടെ തൊഴിലുറപ്പ് സമയത്ത് ആണ് നിങ്ങൾ നമുക്ക് ഇത്രയും സമയം തന്നത്. ഈ ഒരു സ്നേഹോഷ്ണമായ ഒരു സ്വീകരണത്തിന് നിങ്ങൾ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം കൂടിയതിന് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായ ഈ സ്നേഹത്തിന് നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നൽകിയ ഈ എല്ലാവർക്കും നൽകിയ സ്വീകരണത്തിന് പൊതുവായിട്ടുള്ള ഒരു നന്ദി കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ സാരഥി ശ്രീ പുനീതാർ ശങ്കർ നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി പ്രത്യേകിച്ച് പറയാവുന്ന ഒരാളാണ് ഞാൻ. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇളവക്കോട് ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരും എന്നെ ഒരു സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഒരാളായി നിന്ന് പ്രവർത്തിച്ചുകൊള്ളാമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗോപികാറാണി കൃഷ്ണയ്ക്കും ഈ ബ്ലോക്കിൽ ഈ വാർഡിൽ നിന്ന് കണ്ണങ്കോട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശിവകുമാർ അണ്ണനും മൺവെട്ടി മൺകോരി അടയാളത്തിലും അതുപോലെ തന്നെ ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നിഷാ ശിവലിന്റെ കൈപ്പറ്റി അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മളെ വിജയിപ്പിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നൽകിയ ഈ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മറിയപ്പള്ളി ശ്രീകുമാർ സംസാരിക്കുന്നു. ഞാൻ കണ്ണങ്കോട് വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. പിന്നെ മൺവെട്ടി മൺകോരിയാണ്. അതുപോലെ ജില്ലയിൽ മത്സരിക്കുന്ന ഗോപികാറാണി കൃഷ്ണയ്ക്കും ബ്ലോക്കിൽ മത്സരിക്കുന്ന വിജയശങ്കറിനും കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ കൂടുതൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നിഷാ ഷെബീർ ടൗൺ വാർഡ്. ഞാൻ നിഷാ ഷമീർ ടൗൺ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. എന്നോടൊപ്പം മത്സരിക്കുന്ന ജില്ലയും ബ്ലോക്കിലും ഉള്ള മറ്റ് സ്ഥാനാർത്ഥികളുമുണ്ട്. അതിനോടൊപ്പം മറ്റു വാർഡുകളിലുമുണ്ട്. നിങ്ങളുടെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും വോട്ട് നൽകുന്നുണ്ട്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുകയും അവരുടെ സ്വീകരണ പര്യടന പരിപാടിയുടെയും തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകർ എത്തിക്കുന്നത്. ഇപ്പോൾ കണ്ണങ്കോട് കബഡിമുക്കിൽ നൽകിയ സ്വീകരണത്തിന്റെ തത്സമയമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് AR റിയാസ് നമ്മളോടൊപ്പം ചേരും. നമസ്കാരം റിയാസ്. ഈ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം താങ്കൾ എങ്ങനെ വീക്ഷിക്കുന്നു? UDF-ന്റെ പിന്നിട്ട സ്വീകരണ പരിപാടികൾ നിങ്ങൾ കണ്ടു കാണും. വളരെയേറെ ജനങ്ങൾ UDF സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് വളരെ ആവേശത്തോളം മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മുടെ സ്വീകരണ പോയിന്റുകളെല്ലാം കാണാൻ കഴിയുന്നത്. ഇത്തവണ UDF-നെ ഈ നാട്ടിലെ ജനങ്ങൾ നല്ലവരായ എല്ലാ നാട്ടുകാരും ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും UDF വിജയിക്കും. നന്ദി, നമസ്കാരം. പ്രതികരിച്ചെനിക്ക് തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എവർക്കും വീണ്ടും ഒരു തത്സമയം വരെ കാണുന്നതുവരെ നമ്മൾ തൊട്ടടുത്ത സ്ഥലത്തെ ഒരു വാർത്തയുമായി ഉടൻ നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. സ്വീകരിക്കേ ബാക്കിയുള്ളവരൊക്കെ
വാർഡിനിറങ്ങി നോക്കണം. ഞാനപ്പം കൊണ്ടുവരണം.